ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രീത ജിനി. നമ്മളുടെ ടേസ്റ്റ് വിത്ത് മൈൻഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ചൂണ്ടങ്ങ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പഴയ വീട്ടിലോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു ചെടി നിൽക്കുന്നു ചൂണ്ടങ്ങയുടെ. നമ്മൾ നട്ട് വളർത്തിയതൊന്നും അല്ലാതെ തനിയെ ഉണ്ടായി വന്നാട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് ചൂണ്ടങ്ങ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈ ചൂണ്ടങ്ങ വെച്ചിട്ട് ചൂണ്ടയ്ക്കാന്നൊക്കെ എല്ലാം വിളിക്കാം കേട്ടോ അതിന്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് തോരനും വറുത്തരച്ച കറിയൊക്കെ ഉണ്ടാക്കാം. ഇന്ന് പക്ഷേ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ പാലക്കാടൻ സ്റ്റൈലിലുള്ള ഒരു പുളിക്കറിയാണ് കേട്ടോ. ഇത് നമ്മൾ പാലക്കാട് മീൻ കറി വെക്കുന്ന അതേ സ്റ്റൈലിൽ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ ചൂണ്ടങ്ങയൊക്കെ പറിച്ചിട്ട് വന്നിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കയ്പ്പ് ഉണ്ടാകാതിരിക്കാനായിട്ട് നമുക്കിതൊന്ന് കുത്തിയിട്ട് അതിനകത്തുള്ളൊരു സീഡ് ഉണ്ടല്ലോ അത് ചെറുതായിട്ടൊന്ന് കളഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ അധികം കയ്പ്പ് ഉണ്ടാവില്ല. ഇനി നമുക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. അപ്പോൾ ഒരു പിടി ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. അപ്പോൾ ഇഞ്ചി ഒരു ചെറിയ കഷ്ണവും വെളുത്തുള്ളി 2 അല്ലിയും എടുത്തിട്ടുള്ളൂ. ഓവറാക്കി ഇടണ്ട. അപ്പോൾ അതും ഇതുപോലെ ചെറുതായിട്ട് അങ്ങ് അരിഞ്ഞ് മാറ്റി വയ്ക്കാം. അപ്പോൾ എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പ്രധാനമായിട്ടും വാളംപുളിയാണ്. അതിന് നെല്ലിക്ക വലിപ്പത്തിൽ കുറച്ച് വാളംപുളി എടുത്തിട്ട് വെള്ളത്തിൽ കുറച്ച് നേരം കുതിർത്തി ഇടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് അടുപ്പ് കത്തിക്കാം. ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ഈ ചൂണ്ടങ്ങ വറുത്തെടുക്കാനായിട്ട് ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചൂണ്ടങ്ങ അതിനകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ വറുത്തെടുക്കുന്ന സമയത്ത് ഒട്ടും കയ്പ്പുണ്ടാവില്ല. അതിനുവേണ്ടി ഇങ്ങനെ വറുത്തെടുക്കുന്നത് നല്ല ടേസ്റ്റും ഉണ്ടാവും തിന്നുന്ന സമയത്ത്. ഈ സാധനം ഇങ്ങനെ കടിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ ഇനി ഒരു ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരണം. അപ്പോൾ ശകലം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതേ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി 1 ടീസ്പൂണാണ് ഞാൻ മല്ലിപ്പൊടി ഇട്ടത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂണ് നല്ല എരിവുള്ള മുളക് പൊടി, 1/4 ടീസ്പൂണ് ഉലുവാപ്പൊടി. ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. നമ്മൾ മീൻ കറി ഉണ്ടാക്കുമല്ലോ അതുപോലെ തന്നെ. പച്ചമണം മാറിയ ശേഷം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. കുറച്ചല്ലേ ഉള്ളൂ ചൂണ്ടങ്ങ, അത് കാരണം ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തിളച്ച് നന്നായിട്ടൊന്ന് വറ്റി വരുമ്പോൾ ഇതിനകത്തോട്ട് പുളി ഒഴിക്കാം. ഞാൻ കുറച്ച് പുളി ഒഴിച്ചുള്ളൂ കേട്ടോ. എടുത്ത പുളി മൊത്തം ഒഴിച്ചില്ല, ചിലപ്പോൾ പുളി കൂടിയാലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഈ വറുത്ത് വെച്ചിട്ടുള്ള ചൂണ്ടങ്ങ ഇതിനകത്തോട്ട് ഇടുവാണ്. ഇനി ഇതിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. ഇപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. വറ്റിച്ച് കളറൊക്കെ മാറി ഇതാണ്ട് ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ വരുമ്പോഴത്തേക്കും നല്ല മീൻകറിയുടെ ഒക്കെ മണം വരും കേട്ടോ. മീനില്ലാത്തൊരു മീൻകറി പോലെ. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റാണ്. ശരിക്കും മീൻകറി കഴിക്കുന്ന ഒരു ടേസ്റ്റൊക്കെയാണ്. എന്നാൽ എന്തോ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. എന്തായാലും നിങ്ങൾക്ക് ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പറിച്ചിട്ടുണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.